അസ്സലാമലൈക്കും. പ്രിയമുള്ളവരെ, ഇത് സമസ്ത മതത്തിലെ ഇരുവിഭാഗങ്ങൾ ആര് ബാങ്ക് കൊടുക്കണം. ഇപ്പോൾ ഇതുവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ആര് കുത്തുബ പറയണം എന്നുള്ള ആ ഒരു കാര്യത്തിൽ തല്ലൂടുന്ന കാര്യമാണ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്നിവിടെ ആര് ബാങ്ക് കൊടുക്കണം എന്നുള്ള ആരാണ് മുക്രിയാണ്ട് എന്നുള്ള ആ ഒരു കാര്യത്തിലാണ് ഇവരിവിടെ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ബാക്കി കണ്ടു നിങ്ങൾ. ഇതാണ് ഹലാൽ ഗുണ്ടായിസം എന്ന് പറയുന്നത്. അതായത് പള്ളിയുടെ ഉള്ളിലാണല്ലോ അല്ലേ, ഇസ്ലാമിൻ്റെ വക്താക്കളുമാണല്ലോ. ഓല് തമ്മിൽ ഗുണ്ടായിസാണ്. എന്താണ് ഗുണ്ടായിസം? ആരാ ബാങ്ക് കൊടുക്കേണ്ടതെന്ന്. ഒരു കൂട്ടർ പറയണത് മുക്രിയുണ്ട് ഇവിടെയെന്ന്, മറ്റവരെന്താ പറയണത് ഞങ്ങൾക്ക് ഓല് ബാങ്ക് കൊടുത്താൽ മുക്രി ബാങ്ക് കൊടുത്താൽ പറ്റൂല എന്ന്. എന്നിട്ട് ഇവിടെ ഇനി എന്താ സംഭവിക്കണമെന്നറിയോ? മുക്രി കൊടുക്കും, വന്നോലൊക്കെ കൊടുക്കും. വന്നോലൊക്കെ ശാന്തിക്കാരുമല്ല മേൽശാന്തിക്കാരായ അവസ്ഥയാണ് ഇവിടെ കാണാനുള്ളത്. കണ്ടോക്കി നിങ്ങൾ. ഇനി കൂട്ടബാങ്കാണ്. നമ്മളവരത് കൂടുതലൊന്നും കാണിക്കാൻ എനിക്കും താല്പര്യമില്ല, കാണാൻ നിങ്ങൾക്കും താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയ്ക്ക് ഒരുത്തം കാട്ടിയുണ്ടോ അല്ലോ വെറുതെ അല്ലോന്ന്. അപ്പം എന്താണ് ഇത്? മക്കാറാക്കുക, ആളുകളെ പറ്റിക്കുക, മൊയന്തുകളാക്കുക, മൊയന്തന്മാരാകുക. ഇതിൻ്റെ അപ്പുറമൊന്നുമില്ല. അള്ളാൻ്റെ പള്ളി കയറിയിട്ടാണ് ഈ കൂത്താട്ടം നടത്തുന്നത് ഈ തെമ്മാടികൾ. പറയാതിരിക്കാൻ കഴിയില്ല അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുന്നത് അള്ളാഹുവിനെ ഭയമില്ലാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക, തിരിച്ചറിയുക. അള്ളാഹു ഇത്തരം ഷർറിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഷാഫി സൽഫിയുടെ പ്രഭാഷണത്തിലേക്ക്. അള്ളാഹിനെ കുറിച്ചിട്ടുള്ള പേടിയുണ്ടായാൽ മതി. അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ സൂക്ഷ്മതയുള്ള ഒരു ജീവിതം നമുക്കുണ്ടാക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം ലഭിക്കുമെന്നുള്ളതാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം നീ സൂക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളാരും അല്ലാഹുവിനെ സൂക്ഷിക്കാത്ത ആളുകളല്ല. പക്ഷേ ചില സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ സൂക്ഷ്മതയ്ക്ക് എവിടെയെങ്കിലും വിള്ളൽ വരാറുണ്ടോ? ആ സൂക്ഷ്മതയ്ക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ തേയ്മാനം സംഭവിക്കാറുണ്ടോ? നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ആ റബ്ബിനോട് നീ ഒരിക്കലും അനുസരണക്കേട് കാണിക്കരുത്. ആ റബ്ബിനെ കൃത്യമായി കൊണ്ട് നീ അനുസരിക്കണം. അതുപോലെ അദ്ദേഹം പറയുകയാണ്, അവനെ വിസ്മരിക്കാതെ നീ ജീവിക്കുക, അവനെ ഓർത്തുകൊണ്ട് നീ ജീവിക്കുക. ആ റബ്ബിനോട് നന്ദി കാണിച്ച്
ആ റബ്ബിലേക്ക് ശുക്ർ ചെയ്തുകൊണ്ട് നീ ജീവിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് സമാധാനം ഉണ്ടാകുന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടും നമ്മുടെ മുൻഗാമികളോടും നൽകിയ വസിയ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് വസ്വൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടും നമ്മുടെ മുൻഗാമികളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശിച്ചത് പ്രിയപ്പെട്ടവരെ, അനിത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണമെന്നുള്ളതാണ്. ആ സൂക്ഷ്മത ഒരു മാസത്തിൽ ഉണ്ടായാൽ പോരാ, ഒരു വർഷത്തിൽ ഉണ്ടായാൽ പോരാ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉണ്ടായാൽ പോരാ. ഈ ദുനിയാവിൽ അല്ലാഹ് നിനക്ക് ജീവൻ നൽകി, നിന്റെ ജീവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നത് വരെ ആ സൂക്ഷ്മത നിനക്കുണ്ടാകണം. പരിശുദ്ധ ഖുർആനിൽ ഒരു വചനമില്ലേ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഹൃദയസ്ഥമാക്കിയ, നമ്മളെല്ലാവരും മനപ്പാഠമാക്കിയ ഒരു വചനമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ഖ തുഖാതി, അവനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം നിങ്ങൾ അവനെ സൂക്ഷിക്കണം. എന്നിട്ട് റബ്ബ് പറഞ്ഞത് എന്താണ്? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകല്ലേ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആഗ്രഹിക്കണം ഈ ഒരു തഖ്വക്ക് വേണ്ടി. മഹാന്മാരായിട്ടുള്ള മുൻഗാമികളായി കൊണ്ടുള്ള പ്രവാചകന്മാരും ഈ തഖ്വയുടെ വിഷയത്തിൽ ഏറെ താല്പര്യമുള്ള ആളുകളായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം ലഭിക്കാൻ അള്ളാഹിനെ കുറിച്ചിട്ടുള്ള സൂക്ഷ്മത ഉണ്ടായാൽ മതി. ഏത് മേഖലയിലും അള്ളാഹിനെ കുറിച്ചിട്ടുള്ള ആ ഒരു സൂക്ഷ്മതയും ആ ഒരു പേടിയും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു സമൂഹത്തിനും ഒരു വിഭാഗീയതക്കും ഒരു നാട്ടുകാർക്കും ഒരു വ്യക്തിക്ക് പോലും നമ്മെ തകർക്കുവാൻ, നമ്മെ ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല. പക്ഷേ ആ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൈവരിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥതയോടുകൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹ് പറഞ്ഞില്ലേ, വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരെങ്കിലും അല്ലാഹനെ സൂക്ഷിച്ചാൽ അവൻക്കുള്ള തുറസ് അല്ലാഹ് കൊടുക്കും. എത്ര ഹൃദ്യമാണ്! മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പഠിച്ചവരാണ് നമ്മൾ, കേട്ടവരാണ് നമ്മൾ, മനസ്സിലേക്ക് കോരി വെച്ചവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ആ മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകളും ഫിറഔനിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളിലൂടെ ആർത്തിരമ്പുന്ന കടലിന്റെ മുമ്പിൽ എത്തിപ്പെട്ടപ്പോൾ അനുയായികൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുകയാണ്, മൂസ, ഫിറഔനും കൂട്ടരും നമ്മുടെ പിറകിലാണ്, അവര് നമ്മെ പിടിക്കില്ലേ, അവര് നമ്മെ പിടികൂടുകയില്ലേ എന്ന് ചോദിക്കുമ്പോ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറുപടി, എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരുമെന്നുള്ളതാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ആ ഒരു സമാധാനപരമായി കൊണ്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായത് എന്താണ്? അള്ളാഹുവിലുള്ള സൂക്ഷ്മതയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കുക. അതുപോലെ തന്നെ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ആത്മാർത്ഥമായി ഗൗരവത്തോടുകൂടി സമാധാനപൂർണമായ ജീവിതത്തിന് നമ്മൾ ആഗ്രഹിക്കേണ്ടുന്ന മറ്റൊരു വിഷയമാണ് തിന്മകളിൽ നിന്ന് പരിപൂർണമായി നമ്മൾ മാറി നിൽക്കുക എന്നുള്ളത്. ഇന്ന് ഈ ജുമയിൽ പങ്കെടുക്കുന്നതിന്റെ തൊട്ട് നിമിഷം വരെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളൊന്ന് ചോദിക്കുക നമ്മുടെ സ്വന്തം നഫ്സിനോട്. എന്റെ കണ്ണുകൊണ്ട്, എന്റെ സംസാരം കൊണ്ട്, എന്റെ പ്രവർത്തനം കൊണ്ട്, എന്റെ ഇടപാടുകൾ കൊണ്ട് ഈ ഒരു പള്ളിയിൽ ജുമഅക്ക് വരുന്നതിന്റെ തൊട്ട് നിമിഷം എത്ര പാപങ്ങൾ, എത്ര തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് മറുപടി കിട്ടും. പ്രിയപ്പെട്ടവരെ, കഴിവിന്റെ പരമാവധി തിന്മയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഉണർത്തുകയാണ്, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹാ. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായ വചനമാണ് ഈ വചനം. ആരെങ്കിലും പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായാൽ, 2-3 വിഷയങ്ങൾ അന്ന് പറഞ്ഞു കേട്ടോ. എന്താണ്? പശ്ചാത്തപിക്കുക, അതുപോലെ തന്നെ വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ, ഇനി പ്രിയപ്പെട്ടവരെ നമുക്കുള്ള ഓപ്ഷനാണ് ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അങ്ങനെയുള്ളവരുടെ തിന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളാക്കി മാറ്റും.
വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ കെടുവിന്റെ പരമാവധി എന്നല്ല, പരിപൂർണമായി എല്ലാവിധ പാപങ്ങളിൽ നിന്നും മുക്തമാകുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യണം? തൗബ ചെയ്ത് ഇസ്തിഗ്ഫാറൊക്കെ നടത്തി നമ്മൾ മടങ്ങണം.